ഇന്ന് ഞാൻ തുണികളിലൊക്കെ കറ പുരണ്ട് കഴിഞ്ഞാൽ എങ്ങനെ മാറ്റാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. പച്ചക്കായുടെ കറ മാത്രം മാറത്തില്ല, ബാക്കിയെല്ലാം നമുക്ക് ഇതുമാതിരി മാറ്റിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വെജിറ്റബിൾ കറി വീണതിൻ്റെ അടയാളമാണ്. ഇത് ഞാനിത് വിഞ്ചലുണ്ടല്ലോ, നമ്മൾ പാത്രം കഴുകുന്ന അതിൻ്റെ വിഞ്ചൽ വെച്ചിട്ടാണ് ഞാനിത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. ഒരു അര ടീസ്പൂൺ വിഞ്ചലെടുത്തിട്ട് നമുക്ക് ആ കറ പുരണ്ട സ്ഥലത്ത് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ആദ്യം എന്നിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് മേലിൽ നമുക്ക് ഇച്ചിരി സർഫിൻ്റെ പൊടി അതും കൂടി ചേർത്ത് ഇങ്ങനെ ഒരു 15 മിനിറ്റ് വച്ചേക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് 15 മിനിറ്റ് വച്ചേക്കാം. 15 മിനിറ്റ് ഞാൻ കഴിഞ്ഞിട്ട് നോക്കി. ഇത് അല്പം കളറൊക്കെ മാറിയിട്ടുണ്ട്, കാരണം വിഞ്ചലൊക്കെ ഒഴിക്കുമ്പോൾ സർഫ് ഇടുമ്പോൾ അത് മാറുന്നതാണ്. ഇനി നമുക്കത് ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നല്ലമാതിരി ഒന്ന് ഉരച്ച് നല്ലമാതിരി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഉരച്ചേക്കാം കേട്ടോ. പെട്രോളിൻ്റെയും ഓയിലിൻ്റെയും ഒക്കെ അടയാളം ഇതുമാതിരി മാറിക്കിട്ടുമേ. വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ ഗാരേജ് ഷട്ടറിൻ്റെയൊക്കെ ഗ്രീസില്ലേ, അതൊക്കെ എളുപ്പം മാറിക്കിട്ടിയതുകൊണ്ട്. ഉരച്ച് മാറ്റിയിട്ട് നമുക്കത് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് വാഷ് ചെയ്യാം. കംപ്ലീറ്റ് അത് മാറിയിട്ടില്ല. ഇനി നമുക്കത് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുത്താൽ മതി. ഞാൻ കാണിച്ചുതരാം എൻ്റെ റിസൾട്ട് എന്താണെന്ന്. ഇതേ കണ്ട് ഈ ഭാഗത്താണ് ആയത്, പക്ഷെ ഒരു അല്പം പോലും അതിൻ്റെ അടയാളം വന്നിട്ടില്ല. നമുക്കിത് മാതിരി ഏത് കറ വേണമെങ്കിലും മാറ്റിയെടുക്കാം. പച്ചക്കായുടെ കറ ഒഴിച്ചിട്ട് അത് പറ്റത്തില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.